ഹായ് കൂട്ടുകാരെ, ഇത് എൻ്റെ തയ്യൽ മെഷീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ നമ്മൾ കറക്കുന്ന സൈഡിലെ റൈറ്റ് സൈഡിലെ ഈ ഹാൻഡിലിൻ്റെ അവിടെ അത് സ്റ്റക്കായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ എന്താണ് പ്രോബ്ലം ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നില്ല ആരും. പിന്നെ ഇത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ തയ്യൽക്കടയിൽ കൊണ്ടുപോയി നന്നാക്കി എടുത്തിട്ട് പോരുന്നതാണ് പതിവ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊന്ന് നമുക്ക് തന്നെ ഒന്ന് കംപ്ലൈൻ്റ് ഒന്ന് മാറ്റാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ നൂലിടുന്ന വശം ഉണ്ടല്ലോ, നമ്മുടെ തയ്ക്കുന്ന വശം, അവിടെ ഞാൻ അഴിച്ചു. ബോബൻ കേസിലൊക്കെ എന്തെങ്കിലും ഇത് നൂല് കുരുങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അത് അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് അല്പം നൂല് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും കാണുന്നില്ല. പിന്നെ എന്ത് ചെയ്തെന്നറിയാമോ, നമ്മുടെ ഈ നൂലിടുന്നതിൻ്റെ ബോബിൻ കേസിൻ്റെ ഇപ്പുറത്തൊരു സ്ക്രൂ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഹാൻഡിലാണ്. ഇപ്പുറത്ത് അതായത് കണ്ടോ, ഈ സംഭവം അഴിച്ചു. എല്ലാം അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അതിനകത്ത് നൂല് കുരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോബ്ലം അങ്ങോട്ട് പരിഹരിച്ചു. അങ്ങനെ എൻ്റെ തയ്യലെല്ലാം നടന്നിട്ടാ. അപ്പോൾ അതൊന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത്. പിന്നെ എന്തായിരുന്നു, ഉച്ചയ്ക്ക് പയർ വെച്ച്, വൻപയറായിരുന്നു. അത് സാധാരണ പോലെ താളിക്കുന്നത് പോലെ തന്നെ കൊച്ചുള്ളിയും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇത് താളിച്ചെടുത്തിട്ടോ. അപ്പോൾ വൻപയറും പിന്നെ കടുക് മാങ്ങയും വെച്ചു. കടുക് മാങ്ങ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ, മാങ്ങ, കടുക് മാങ്ങ. അപ്പോൾ ഓരോരുത്തരും വെക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണ്. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വെക്കുന്നത്, ഇത് തൊണ്ടിന് കയ്പില്ല എങ്കിൽ നമ്മൾ ആ തൊണ്ടും കൂടെ അതിന്മേൽ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും. എന്നിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ച്, ഉലുവ പൊട്ടിച്ച്, പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മളത് കടുക് മാങ്ങയും എടുത്തു. അപ്പോൾ ഉച്ചക്കത്തെ ചോറിൻ്റെ കൂട്ടത്തിൽ വൻപയറും കടുക് മാങ്ങയായിരുന്നു. അപ്പോൾ ഓക്കെ കേട്ടോ.